ഹലോ ഗൈസ്. അയ്യോ ഹലോ ഗൈസ്, നിങ്ങളെന്താ പറയത്തെ? ഹലോ ഗൈസ്, അമ്പലത്തിൽ പോവാം നമുക്ക്. ഇപ്പൊ ഒരു എത്ര മണിയായിട്ടുണ്ടാവും? 10:40 ഇവിടെ ഒരാള് ഒരുങ്ങി വരാനുള്ള ഇവിടെ ഒരുങ്ങി വരാൻ വൈകിപ്പോയി. അപ്പൊ നമുക്ക് അമ്പലത്തിൽ പോവാം. ആക്ടിങ് അല്ല, വണ്ടി ഓടിക്കാൻ അറിയാത്ത മിസ്സാണ് നമുക്ക്. ഞാൻ കേട്ട് കഴിഞ്ഞാലല്ലോ പുള്ളിക്കാരി നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും ഗൈസ്. ഓസിനാണെങ്കിലും ഓ ഗൈസ് സൺകിസ്റ്റ്. അയ്യോ എന്തോ ഗൈസ് ഈ സമയത്തൊക്കെ ആരാ അമ്പലത്തിൽ പോയിരുന്നേ? ഇവളാണ് ഇവള് കാരണം നമ്മൾ ഇവരൊക്കെ ലേറ്റ് ആക്കി. ഞാൻ കറക്റ്റ് സമയത്ത് പപ്പയ്ക്കട്ടെ പപ്പ അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞു. ആരുടെ കൂടെ? ഒറ്റയ്ക്ക്. ഞാൻ ഒറ്റയ്ക്കാണല്ലോ, ഇവര് കൂടി ഉണ്ടെന്നല്ലേ ഉള്ളൂ. ന്യായങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ വയ്ക്കാൻ പറ്റില്ല അല്ലേ? സ്റ്റാൻഡ് മേടിക്കാം നമുക്ക്. ഏത് ഫോണാണ് ഗൈസ്? 16 ആണ് ഗൈസ്. അതാണെന്ന് പേടിച്ചത്. ചേട്ടൻ സിനിമ സ്പെഷ്യലിട്ട് തുടങ്ങി. നീ ഇവിടെ ഞങ്ങൾ അമ്പലം എത്തി ഗൈസ്. കാണിക്കുക, ശിവന്റെ ഇത് കാണിക്കുക, ശിവന്റെ ഇത് കാണിക്കുക. ഇത് ബാക്ക് അടിക്കാൻ പോസ് ചെയ്തിട്ട് വേണ്ടത്. അതിന് താഴെ ദൂരം അതാണ് ശിവൻ, അതാണ് ടെമ്പിൾ. ശിവൻ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. സത്യം. അല്ലെങ്കിൽ അതിന് കാരണം പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്, അല്ലാതെ ഞാൻ എവിടെ പാർക്ക് ചെയ്തേനെ? എന്തോരം ആൾക്കാർ അമ്പലത്തില്. 10:40 അരണ്യനെ പോലുള്ള ആളുകൾ വന്നിട്ടുണ്ട് അല്ലേ? ആൾക്കാരൊക്കെ നോക്കുന്നു. അത്യാവശ്യം തിരക്കുണ്ട്. ഇതുകൊണ്ട് നമ്മളെങ്ങനെ തുടരും? എനിക്ക് തോന്നുന്നു ഞാൻ മര്യാദയ്ക്ക് പാർക്ക് ചെയ്തതെന്ന് തോന്നുന്നു. യാതൊരു ഐഡി അതുവഴി പാട്ടോ ഇങ്ങനെ ഫ്രണ്ടിൽ പോകാം. മണ്ണ് പോവില്ല. ഗൈസ് അഭിനയാണ് ഗൈസ്. അഭിനയൊന്നുമല്ല, ഞങ്ങൾ തൊടാറൊക്കെയാണ്. എനിക്ക് ആവശ്യമുണ്ട്. നിനക്ക് വേണ്ടല്ല. അമ്പലം തൊഴുതു ഇറങ്ങി. എങ്ങനെ ചന്ദന ആയില്ലേ? ഇല്ല, ഞാൻ ലൈറ്റായിട്ടേ തൊട്ടുള്ളൂ. എനിക്ക് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് എനിക്ക് അങ്ങനത്തെ ഇഷ്ടക്കേടൊന്നും. എന്നിട്ട് ഞങ്ങള് തിരിച്ച് ഫോട്ടോ എടുക്കാൻ പോണ് ഗൈസ്. അനന്യയുടെ ഫോട്ടോ എടുക്കാം, പോയി എടുത്തേക്കാം ഗൈസ്. ഇവരുടെ ബാല്യകാല വിവാഹമായിരുന്നു ഗൈസ്. നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതാണ്. സോ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ച അല്ലേ, ബാല്യകാല വിവാഹമായിരുന്നില്ലേ? ഒരു 12 വയസ്സിൽ കല്യാണം കഴിച്ചത്. അതാണ് ഇച്ചിരി യങ്ങായിട്ട് ഇരിക്കുന്നത് ഇപ്പോഴും. പിന്നെ ദിവ്യഗർഭമായിരുന്നു. ദിവ്യഗർഭം എങ്ങനെയൊക്കെയോ ഈ അമ്പലത്തിന്റെ കേട്ടോ നമുക്കെന്താ അത് തന്നെ. നിങ്ങൾ പെട്ടെന്നൊരു ഡ്രൈവിംഗ് ഒക്കെ പഠിക്കും. അനന്യ ഓടിക്കും. എനിക്ക് ലൈസൻസ് ഒക്കെ ഉള്ളതാ, പക്ഷെ കാറിനെടുത്തുണ്ടോ? പക്ഷെ വണ്ടിയില്ല. വണ്ടി പറഞ്ഞ സപ്പോർട്ട് ഗൈസ്, സപ്പോർട്ട്. ഇതൊരു സപ്പോർട്ട് വീഡിയോ ആണ്. നമ്മളിതിന്റെ അവസാനം ഒരു QR കോഡ് വെക്കുന്നതായിരിക്കും. അനന്യക്ക് കാറ് സ്കാമേഴ്സ് അല്ലെങ്കിൽ വല്ല ആകെ ഒരു 10 രൂപ ഉണ്ടാവും. അതിനൊന്നും എടുക്കരുത് പ്ലീസ്. അപ്പുറത്തെ ചേട്ടനൊക്കെ നോക്കുന്നു. നോക്കി പേടിപ്പിക്കുന്ന എന്തിനാണെന്ന് അറിഞ്ഞൂടാ. ഞാൻ അല്ലേലും യുനോ ബൈബിളില് എഴുതിയിട്ടുണ്ട് മെൻ ആർ ലയേഴ്സ് എന്ന്. ഞാൻ അറിയില്ല ഉണ്ടായിരുന്നു. യെസ്, ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് മെൻ ആർ ലയേഴ്സ്. അപ്പൊ നമ്മുടെ കാര്യമൊന്നും പറഞ്ഞില്ല. നമ്മള് അത്രക്ക് പരിശുദ്ധകളായതുകൊണ്ട് നമ്മള് പരിശുദ്ധ ഗ്യാങ് ആണല്ലോ. അതെ അതെ, ഭയങ്കര പരിശുദ്ധ. എന്റെ ഫ്രണ്ട്സ് അങ്ങനെ റീലുണ്ടല്ലോ, അവര് പറയാൻ പോകുന്നത്. സോ ഗൈസ് പ്ലീസ്, ഞാൻ അവർക്കൊന്നും അയച്ചു കൊടുക്കുന്നതല്ല. അവർക്കാണ് ആദ്യം
അയച്ചു കൊടുക്കുന്നതിനൊക്കെ. ഇത് ആദ്യം അയച്ചു കൊടുക്കുന്ന അനന്യയുടെ ഫ്രണ്ട്സിനാണ്. പരിശുദ്ധിയായ അനന്യയുടെ ഫ്രണ്ട്സിന് ഇത് ആദ്യം അയച്ചു കൊടുക്കുന്നത്. വണ്ടി അവിടെ ഇട്ടിട്ട് വെറുതെ അവിടെ ഇരുന്നതിന് ഞങ്ങൾ നിർബന്ധിച്ചാണ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത്. അല്ലെങ്കിൽ ഇനി ഞാൻ പേടിച്ച് വീട്ടിലിട്ടിട്ട് ഇരുന്നേനെ. ചളിയായിരിക്കും. മഴ ഡ്രൈവിംഗ് സ്കിൽസേ വന്നോണ്ടിരിക്കും പുറത്തോട്ട് അധികം ഇറക്കണ്ട എല്ലാം ഒറ്റയ്ക്ക് ഞങ്ങൾ ഭിത്തിയിലിരിക്കും. ഭിത്തിയില് പൂമാലൊക്കെ അവളെവിടെ പാർക്ക് ചെയ്യാൻ ഗൈസ്? ഇതേ അപ്പുറത്ത് ആണൊരു കാട്. ഇതാണ് ഈ വൈകുന്നേരം കവലയിലിരിക്കുന്ന അപ്പാപ്പന്മാരൊക്കെ ഇരിക്കുന്ന സ്ഥലം. ഗൈസ് ഇവിടെ എന്തോ ഷൂട്ടിംഗ് ആണ്. ഷൂട്ടിംഗ് അല്ല, അത് അവിടെ മറ്റേ ഇതുണ്ടല്ലോ ഈ ഗൈസ്. ഇവിടെ പറ്റത്തില്ലല്ലോ ഗൈസ്. ഇതവിടെ ഫുള്ള് ചൊല്ലി. ഞാൻ എങ്ങനെ റിവേഴ്സ് എടുക്കും? വണ്ടി പാർക്ക് ചെയ്തു. സ്ഥലം കാണിച്ചെടുക്കും. സ്ഥലം കാണിച്ചു തരാം. ഇവിടെ ഒരു എന്തോ നീന്തൽ പരിശീലനം, സൗജന്യ നീന്തൽ പഠിക്കാം. ഞങ്ങൾ കുറെ നാളായി വരണം വിചാരിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് പൈസ കൊടുത്ത് ജിമ്മിൽ പോയേ നമ്മൾ വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. റിച്ച് ടീംസ് അല്ല. സപ്പോർട്ട് ഇത് ഇടയ്ക്ക് റീലിലെങ്ങാണ്ട് ഫേമസ് ആയ ഒരു സ്ഥലമാണ്. അതാണ് നമ്മൾ പോയ ഒരു അമ്പലം. അത് പോയി ഗൈസ്. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് ഗൈസ്. അവിടെ എത്തുമ്പോഴത്തേക്കും ബാക്ക് ക്യാമറ ഓൺ ആക്കാതിരിക്കുന്നതായിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ കുളിസീൻ എടുക്കുന്ന ആളുകൾക്ക് കുളിസീൻ എടുക്കുന്നത് ഒരു പരാതി പറയും. അത് ശരി, പബ്ലിക് പ്ലേസ്. അവരെന്താ തുണി ഇട്ടിട്ടുണ്ട്. പിന്നെ അപ്പാപ്പന്മാരെ കുളിച്ചും കണ്ടിട്ടാണല്ലോ നമുക്ക് ജീവിക്കാം. ഇതൊക്കെ 18+ കണ്ടന്റ് ആവില്ലല്ലോ ഗൈസ്. ഞങ്ങളുടെ ഒപ്പം ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചി എന്താ പറഞ്ഞതെന്ന് ഒന്നും കൂടി പറയൂ. പയ്യന്മാർക്ക് വീട്ടിലിരുന്ന് കുളിച്ചാൽ കൂടി ഇവിടെ വന്നൊന്ന് കുളിക്കുന്നു. കുളിസീൻ ഞങ്ങളെ കാണിക്കാം. അല്ല, നമുക്കപ്പം വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, നമ്മളെന്തിനാ അമ്പലത്തിൽ വരുന്നത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒരു സന്തോഷം. കെട്ടി ഒരുങ്ങി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അമ്പലത്തിലേക്ക് വരുമ്പോൾ ഒരു സന്തോഷം. ഗൈസ്, അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടി, കെട്ടി ഒരുങ്ങാൻ വേണ്ടി മാത്രമാണ്. പേര് മാത്രമാണ് അമ്പലത്തിൽ പ്രാർത്ഥിച്ചത്. ചന്ദനമൊക്കെ കണ്ടില്ലേ? ചന്ദനം നടാത്ത ഒരാളാണ് ഗൈസ്. സാഹസികമാണ് നമ്മൾ പക്ഷെ ചാടി കയറണം ഗൈസ്. ഇച്ചിരി വയസ്സായൊരു ചേച്ചിയാണ്, അതുകൊണ്ട് ആണ് ആലുവപ്പുഴ. ഫ്ലഡ് വരുമ്പോ നമ്മുടെ വീട്ടിൽ പോകുന്നത് ഈ വെള്ളമല്ലേ? അങ്ങനെയൊക്കെ ചെയ്യോ? ഫോട്ടോ എടുക്ക. പാവല്ലേ. ടിപ്പിക്കൽ മലയാളീസ്. വൗ ഗൈസ്. അനന്യനെ നമുക്ക് ഇല്ല ഇവിടെ താഴ്ച. ഇവിടെ താഴുണ്ട്. ഗൈസ് താഴ്ന്നു പോവും. മിസ്സിന്റെ കാറ് ഞങ്ങൾ ചീത്തയാക്കാട്ടാ. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ വീഡിയോ എടുക്കണ്ടാവേ. ആ വലിയ ഞാനാ വിചാരിക്കണ്ടാ ഇതെന്താണ് ഇങ്ങനെ അടിക്കണേന്ന്. അതങ്ങനെ പിടിച്ച് നമ്മൾ ശീലിച്ചിട്ട് ചെടിയിലേക്ക് നടക്കുക. ഗൈസ്, നിങ്ങൾ പറ, ഞാൻ ഫുഡ് വ്ലോഗ് ചെയ്യണോ ചെയ്യണ്ടേ? അപ്പൊ ആളുകൾ കമന്റിൽ പറയും ഞാനൊരു ഇൻഫ്ലുവൻസർ ആവുന്നത് വിചാരിക്കുവാണ്.
അല്ല വേണ്ട. പറയാനുള്ളതൊക്കെ ഗൈസ് എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ എന്തെങ്കിലും പറയാൻ വന്നു ഞാൻ മറന്നു. അതിന്റെ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോ മറന്നു കാര്യങ്ങളൊക്കെ. പിന്നെ പഠിച്ചത് മറന്നു, ഭയങ്കരമായിട്ട് മറന്നു. ഗൈസ് ഇത് എനിക്കതല്ല കേട്ടോ, ഇത് വേറെ, ഇത് പഠിപ്പി മോഡ്. എനിക്ക് ഗൈസ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പഠിപ്പിയാണിത്. ധ്യാന വെറുതെ ഉണ്ട്, ഫീക്കാണ് ഫീക്ക്. അത് പഠിപ്പിയല്ല, അത് അമ്മൂമ്മ. ഞങ്ങളുടെ ടീച്ചറാണത്, ഞങ്ങളുടെ ടീച്ചറാണ്. ബട്ട് ഞങ്ങള് ആന്റിന്ന് വിളിക്കാം. ഞാൻ ചേച്ചിന്ന് വിളിക്കാറ്. ടീച്ചറല്ല, എനിക്ക് എന്റെ സ്വന്തം ചേച്ചീനെ ഗൈസ് ഈ മരം നമുക്ക് ക്രോസ് ചെയ്യാം. ഗൈസ് ചേച്ചി ആയോണ്ടാണ് കുറച്ച് എന്താ പറയാ, എനിക്ക് എന്തെങ്കിലും ഡ്രസ്സോ കമ്മലോ എന്തെങ്കിലും വേണമെങ്കിൽ അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. ചേച്ചി എടുത്ത് അലമാര ഇറക്കും, എടുക്കും, പോവും. ഡ്രസ് എങ്ങനെ ഉണ്ട് ഗൈസ്? ഇത് എന്റെയാണ്, എന്റെയാണ് ഗൈസ്. അതെങ്ങനെ എപ്പോ ഇങ്ങനെ സംഭവിച്ചു? ഇത് രാവിലെ തൊട്ട് ഇതിപ്പോ ഇവക്കടെയാണ്. യെസ്, നാളെ വേണമെങ്കിൽ എടുത്തോ. ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല ഗൈസ്. ഗേൾസ് മിക്കപ്പോഴും അങ്ങനെയാണ്, ലൈക്ക് ഫ്രണ്ട്സ്. യെസ്, ഡ്രസ് ഷെയറിങ്. അല്ലാത്തവരും ഉണ്ട് കേട്ടോ. യെസ്, അല്ലാത്തവരും തരാത്തവരുണ്ട്. സീതയ്ക്ക് നല്ല അനുഭവം ഉണ്ട്. സോ സീത എക്സാമ്പിൾ പറയുന്നതായിരിക്കും. സീതയുടെ ഫ്രണ്ട്സ് ഇത് കേട്ട് ഇല്ല, ഞാൻ അങ്ങനെ ആ കുട്ടി ഞാനങ്ങനെ ആരുടെ ഡ്രസ്സ് അങ്ങനെ ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിസ്സിന്റെ അടുത്തും അനിഞ്ഞ അടുത്ത്, അല്ലാണ്ട് ഞാൻ വേറെ അടുത്തും അങ്ങനെ ഡ്രസ്സ് ചോദിച്ചിട്ടില്ല. എന്റെ കൂട്ടായിട്ട് എടുത്തു, നന്ദന അടുത്ത്, അല്ലാണ്ട് വേറെ ആരുടെ ഞാൻ ഡ്രസ്സ് മേടിക്കാറില്ല, ചോദിച്ചിട്ടില്ല. ഐസ് നമ്മൾ കയറിയാണ് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക്. നല്ല ചൂടുണ്ട്. വണ്ടികളൊന്നും ഇല്ലല്ലേ? ഒരു മൈക്ക് ഒന്നല്ലേ? ഇവിടെ നിൽക്കാം. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് വ്ലോഗ് സക്സസ് ആയിട്ടുണ്ട്. വീട്ടിൽ തിരിച്ചെത്തി. ഗൈസ്, ഇനി ഞങ്ങൾ വ്ലോഗ് ഇടണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്ന് കമന്റ് ചെയ്യും. ഇപ്പൊ നോന്ന് കമന്റ് ഇട്ടാലും ഞങ്ങൾ എടുക്കും.